एकदन्तं महाकायं तप्तकाञ्चनसन्निभं लम्बोदरं विशालाक्षं वन्देऽहं गणनायकम्. ഹായ്, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അപ്പോൾ ഇന്ന് വളരെ എളുപ്പത്തിൽ വളരെ രുചികരമായൊരു ഉപ്പുമാവ് തയ്യാറാക്കാം. ഒരു 250 ഗ്രാം വറുത്ത റവ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു അരമുറി തേങ്ങയുടെ പകുതി എടുത്തിട്ടുണ്ട് ചിരകിയത്. പിന്നെ വേണ്ടത് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത് വേണം. 3 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് വേണം. പിന്നെ 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. പിന്നെ കടുക് വറുക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു 1/4 ടീസ്പൂൺ കടുകും 3 വറ്റൽമുളകും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്നൊന്ന് കാണാം. ഒരു പാൻ അടുപ്പത്ത് ചൂടാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന കടുകും വറ്റൽമുളകും ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സവാളയും പച്ചമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇതിനി നന്നായി വഴറ്റിയെടുക്കണം. ഇത് നന്നായി വഴറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചിരകി വെച്ചിരിക്കുന്ന തേങ്ങ ചേർക്കാം. ഇതിനി ഒന്ന് തിളച്ച് വരണം. നന്നായി തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ തിളച്ച് വന്നതിന് ശേഷം നമുക്ക് വറുത്ത റവ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഇത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഉപ്പുമാവാണ്. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല, പക്ഷേ നല്ല രുചിയാണ് കഴിക്കാൻ.
ഇനി ഇത് ചെറുതീയിൽ വെച്ച് ഒരു 2 മിനിറ്റ് നമുക്ക് മൂടി വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ ഉപ്പുമാവ് തയ്യാറായിട്ടുണ്ട്. നല്ല രുചിയാണ് ഈ ഉപ്പുമാവിന്. അപ്പോൾ ഇതേ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കണം. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. അപ്പോൾ ഇനി അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണാം.